ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ജയ്പൂർ 2 ദിവസമൊക്കെ ജയ്പൂരായിരുന്നു. അപ്പോൾ ജയ്പൂരിൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അത് ഓൾറെഡി യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജയ്പൂരിലും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജൽമഹലാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പിലിരുന്നുള്ള വീഡിയോസും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജൽമഹലൊക്കെ കഴിഞ്ഞിട്ട് വേണം, നമ്മൾ ഹോട്ടൽ ഓൾറെഡി ഓപ്പോസിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ജയ്പൂർ ജംഗ്ഷനിൽ നിന്ന് നമ്മളിനി പോകുന്നത് ഡൽഹി കണ്ടോൺമെൻറ്റ് സെൻറ്ററിലോട്ടാണ്. അപ്പോൾ ഡൽഹിയിലോട്ട് പോകുന്ന വഴിയാണ് നമ്മൾ പിങ്ക് സിറ്റി. ഇതേ കണ്ടോ, നമ്മളുടെ ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുമ്പോൾ നമ്മുടെ പിങ്ക് സിറ്റിയുടെ ഫ്രണ്ട് എൻട്രൻസ് വഴിയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പിങ്ക് സിറ്റിയിൽ ഓരോ ഷോപ്പുകൾക്കും ഓരോ നമ്പർ ഉണ്ട്. അപ്പോൾ അത് ഷോപ്പിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓരോ ഷോപ്പിൻ്റെ നമ്പർ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഓരോ ഷോപ്പിൻ്റെയും എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതുകൂടാതെ പിങ്ക് സിറ്റിയിലാണെങ്കിൽ എല്ലാ ബിൽഡിങ്ങുകളും പിങ്ക് കളറിലാണ്. പുതിയതായിട്ട് ഒരു ബിൽഡിംഗ് ആണെങ്കിൽ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയും കളർ തന്നെയും പിങ്ക് കളറിൽ തന്നെ ആണ്. അവർ പുതിയതാണെങ്കിലും പിങ്ക് കളറിൽ തന്നെയാണ് അത് റിനോവേറ്റ് ചെയ്തെടുക്കുന്നത് തന്നെ. അപ്പോൾ ഇതിൻ്റെ അരികത്തായിട്ട് നമ്മളുടെ ഹവാമഹലിൻ്റെ മോർണിംഗ് വ്യൂ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈവനിങ് വ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, നൈറ്റ് വ്യൂ കണ്ടായിരുന്നു. അപ്പോൾ മോർണിംഗ് വ്യൂ നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ മോർണിംഗ് വ്യൂ കാണുന്ന ഒരു വീഡിയോയും കൂടിയാണ്. അപ്പോൾ ഹവാമഹലിൻ്റെ മോർണിംഗിൽ നല്ല ഭംഗിയാണ്. ലൈറ്റ് നമ്മളുടെ സൺലൈറ്റിൽ നല്ല ഭംഗിയായിട്ട് ഹവാമഹൽ നല്ല രസമായിട്ട് നിൽക്കുന്നത് നമുക്കിപ്പോൾ കാണാം. അതിൻ്റെ ഓരോരോ ചില്ലുകൾ കണ്ടോ, ഇത്ര രസമാണെന്ന് നോക്കി. പല പല കളറിലാണ് കേട്ടോ ചില്ലുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഹവാമഹലിൻ്റെ മോർണിംഗ് വ്യൂ ഒക്കെ കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജയ്പൂർ ജംഗ്ഷനിലോട്ട് പോവുകയാണ്. നമ്മൾ ഒരു 7 മണി ആയപ്പോഴേക്കും നമ്മളുടെ ജേണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 7:00 നമ്മൾ വന്ദേ ഭാരതിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ വന്ദേ ഭാരതിന് 890 രൂപയാണ്. 890 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ ഫുഡ് ഉൾപ്പെടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഡൽഹി വരെയും ജയ്പൂരിൽ നിന്ന് ഡൽഹി വരെയും 890 രൂപയാകും. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മോർണിംഗിലായതുകൊണ്ട് തന്നെ അധികം റഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആഫ്റ്റർനൂൺ ആയിരുന്നല്ലോ നമ്മൾ വന്നത്. അപ്പോൾ കുറച്ച് റഷായിരുന്നു. നമ്മുടെ പിങ്ക് സിറ്റിയൊക്കെ ഭയങ്കര റഷായിരുന്നു. പക്ഷേ ഇപ്പോൾ മോർണിംഗ് വ്യൂവിൽ നല്ല രസമായിരുന്നു. പ്രാവുകളൊക്കെ ഒരുപാട് കൂട്ടമായിട്ട് പറക്കുന്ന ആൾക്കാർ ഫുഡൊക്കെ പ്രാവിന് കൊടുക്കുന്നു. നല്ല ഭംഗിയായിരുന്നു. അതുകൂടാതെ ഇവിടെ രാജ്മന്ദിർ എന്ന് പറയുന്ന പഴയ ഒരു തിയേറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഡ്രൈവർ കാണിച്ചു തന്നായിരുന്നു. പിന്നെ ജയ്പൂർ ജംഗ്ഷനിലെത്തി. അപ്പോൾ ജയ്പൂർ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളുടെ ട്രെയിൻ കയറാൻ വേണ്ടി നമ്മൾ വരികയാണ്. 7:20 ഇതൊക്കെയായി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റെയിൽവേ സ്റ്റേഷൻ നല്ല ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ജയ്പൂരിൻ്റെ കണ്ട് പിങ്ക് കളറിൽ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് കൊത്തുപണികളായിട്ടും പിന്നെ രാജസ്ഥാനിൻ്റെ ഒരുപാട് പെയിൻറ്റിങ്ങുകളും എല്ലാം റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ നല്ല ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു. ടൈം നോക്കി 7:21 നമ്മളുടെ ട്രെയിൻ വരും. അപ്പോൾ വന്ദേ ഭാരതിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. ഡൽഹിയിലാണെങ്കിൽ പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടിയാണ് വന്ദേ ഭാരതിൽ പോണത്. അപ്പോൾ വന്ദേ ഭാരതിൽ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്യുകയാണ് ജയ്പൂർ സ്റ്റേഷനിലിരുന്ന്. ഇപ്പോൾ നമ്മളുടെ ട്രെയിൻ വരും. വന്ദേ ഭാരത് വന്നു കഴിഞ്ഞു. വന്ദേ ഭാരതിൽ നല്ല റഷാണ് കേട്ടോ. വന്ദേ ഭാരതിൽ കയറാനൊക്കെ നല്ല പാടായിരുന്നു അവിടെ നിന്ന് കയറാനൊക്കെ. അപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ വരുമ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ട്രെയിനിലൊക്കെ കയറി പിന്നെ കൂടുതലൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഓൾറെഡി വന്ദേ ഭാരതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഓൾറെഡി വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കാരണം തന്നെ കൂടുതലായിട്ട് വന്ദേ ഭാരതിൻ്റെ ഉള്ളൊന്നും ഞാൻ കവർ ചെയ്തെടുത്തിട്ടില്ല. നമ്മളെല്ലാവരും വന്ദേ ഭാരതിലോട്ട് കയറാനുള്ള ഒരു ഇതിലാണ്. അപ്പോൾ വന്ദേ ഭാരതി കയറി ഇരുന്ന് നമ്മളൊന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡൊക്കെ എത്തി കേട്ടോ. അപ്പോൾ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരെണ്ണം നോൺ വെജും ഒരെണ്ണം വെജാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നോൺ വെജിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്ത് വേവിച്ചത് ഉണ്ടായിരുന്നു. പിന്നെ ഒരു എഗ് റോസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു, ജാം ഉണ്ടായിരുന്നു, ബട്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചോക്കോപ്പൈയുടെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ, പിന്നെ കോഫിയായിരുന്നു നമുക്ക് കുടിക്കാൻ കിട്ടിയിരുന്നത്. അപ്പോൾ അതുകൂട്ടി നമുക്ക് നോൺ വെജ് ആണെങ്കിൽ നമുക്ക് ഒരു ബോക്സ് കേർഡ് ഉണ്ട്. പിന്നെ നമ്മളുടെ ചോക്കോപ്പൈയുടെ ആ ബിസ്ക്കറ്റ് ഉണ്ട്. ഒരു കട്ട്ലേറ്റ് വെജ് കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ കറി, ഒരു വെജ് കുറുമ പോലെ ഒരു കറി ഉണ്ടായിരുന്നു വെജിൻ്റെ.
അപ്പോൾ ഇത് കണ്ടോ, വെജ് കുറുമ പോലെ ഒരു കറി ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ പൂരി ഉണ്ടായിരുന്നു. പൂരി അത്ര ചൂടൊന്നും ആയിരുന്നില്ല, തണുത്ത് മരവിച്ചിരിക്കുകയായിരുന്നു. റിഫ്രഷിങ് വൈബ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ ആ കൈയൊക്കെ ഒന്ന് തുടച്ച് കളയാൻ വേണ്ടിയുള്ളത്. പൂരി ഞാൻ കാണിച്ചു തരാം. പൂരി ഭയങ്കരമായിട്ട് തണുത്ത് മരവിച്ചിരിക്കുന്നൊരു പൂരിയായിരുന്നു. അപ്പോൾ 2 പൂരിയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ഒന്ന് സെറ്റായി വന്നപ്പോഴേക്കും നമ്മളുടെ ഡൽഹി എത്തി. അപ്പോൾ ഡൽഹിയിൽ കൂടുതൽ സ്റ്റേഷനിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര റഷായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ നിന്ന് നമ്മൾ G20 നടക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഡൽഹിയിൽ നിന്ന് നമ്മൾ വേഗം ഹോട്ടലിലോട്ട് പോവുകയാണ്. ഹോട്ടലിൽ പോയി ഡ്രസ്സ് സാധനങ്ങളും ബാഗൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ വിശപ്പങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ നമ്മൾ ആന്ധ്രാഭവൻ ക്യാൻറ്റീനിലോട്ട് പോയി. അപ്പം നമ്മൾ ഓൾറെഡി പണ്ട് 10 വർഷത്തിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര റഷായിരുന്നു. നമ്മൾ അന്ന് ഫുഡ് കഴിച്ചത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഡൽഹിയിൽ വന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ തന്നെ വന്നു. പക്ഷേ ഇവിടെ അന്നത്തെ പോലെ തന്നെ നല്ല ക്രൗഡഡ് ആയിരുന്നു. ഇരിക്കാനൊക്കെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും രസഗുള, പിന്നെ കേട്, പിന്നെ നമ്മളുടെ പുലാവ്, ചോറ്, പിന്നെന്താ ചപ്പാത്തി, പൂരി, നമുക്ക് ആവശ്യമുള്ള എന്ത് വേണമെങ്കിലും കഴിക്കാമായിരുന്നു. അപ്പോൾ കേസരി ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു. ചോറൊക്കെ കഴിക്കാനുള്ള പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് പപ്പടമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു. 150 രൂപയായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റാണ് ഇവിടുന്ന് ഫുഡ്. നല്ല ചൂടോടുകൂടി നല്ല അടിപൊളി ചോറ്, നമുക്ക് ഇഷ്ടമുള്ളിടത്തോളം ഭക്ഷണം ഇട്ട് കഴിക്കാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഗാന്ധി മെമ്മോറിയലാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഗാന്ധി മെമ്മോറിയലിൻ്റെ ഫുൾ വീഡിയോ ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെയും ബായ്.